ദൈവത്തിരുനാമത്തെ വീണ്ടും സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർക്കും കൂടി വന്നിരിക്കുന്ന ദൈവജനത്തിനും പിന്നീട് ഞങ്ങളെ കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കും ഞങ്ങൾ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. നാം ഇന്ന് ഒരു വിശേഷാൽ യോഗമായിട്ടാണ് കൂടി വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ വിഷയാസ്പദമായിട്ടാണ് വേദപുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം നമ്മൾ യഥാർത്ഥ ആത്മീയത, ത്രിയേകത്വം എന്നീ രണ്ട് വിഷയങ്ങൾ പഠിച്ചു. പിന്നെ മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ നിന്ന് ഗിരിപ്രഭാഷണത്തെ സംബന്ധിച്ചും പഠിച്ചു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ 4-ാമത്തെ ഭാഗം വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പ്രവചനവും കൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാനിയേൽ പ്രവചനം നമ്മൾ ഓരോ അധ്യായങ്ങൾ എടുത്ത് പഠിച്ചില്ല. വെളിപ്പാട് പുസ്തകത്തിൽ വരുന്ന ക്രമം അനുസരിച്ച് ചില സൂചനകൾ മാത്രം, അല്ലെങ്കിൽ ഒരു താരതമ്യ പഠനം മാത്രമേ നടത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് പൊതുവായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ നമ്മുടെ ദൈനംദിനമുള്ള ക്ലാസ്സുകളിൽ കഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രത്യേകാൽ ചോദ്യോത്തര വേള നമ്മൾ വഹിച്ചത്. അത് നമുക്ക് ഏവർക്കും ഒരുപോലെ അനുഗ്രഹകരമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും നമ്മൾ എത്തുന്നതിന് മുമ്പ് മുഖവരയായി ഒരു 1-2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുന്നു. അതിൽ ഒന്നാമത്തേത്, നമുക്ക് മാത്രമുള്ള അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ദൈവത്തിന്റെ വചനം. ദൈവവചനം ദൈവം ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി അല്ല നൽകിയിരിക്കുന്നത്, ദൈവത്തിന്റെ ജനത്തിന് മാത്രമുള്ളതാണ്. ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ഇതിനകത്തിലെ ഒരു സന്ദേശം മാത്രമേ ഉള്ളൂ, സുവിശേഷം. The gospel message of the Bible is for all, but exclusively the word of God is for his own people. നമ്മളത് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്ക് വായിക്കാം. 147-ാം സങ്കീർത്തനത്തിന്റെ 19, 20 വാക്യങ്ങൾ. Psalms 147, last 2 verses. He declares his word to Jacob, his statutes and rules to Israel. He has not dealt thus with any other nation. They do not know his rules. Praise the Lord. അവിടെ ദൈവം യാക്കോബിന് തന്റെ വചനവും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. വേറെ ആരോടും ദൈവം തന്റെ അരുളപ്പാടുകൾ ആ നിലയിൽ പറഞ്ഞിട്ടില്ല. നേരത്തെയും നമ്മൾ ചിന്തിച്ചിട്ടുള്ളതുപോലെ തിരുവെഴുത്തിനു പുറത്ത് ഒരു ദൈവിക വെളിപ്പാടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആവർത്തന പുസ്തകം ഡ്യൂട്രോണോമി ചാപ്റ്റർ 4 വേഴ്സ് 8, 4-ന്റെ 8-ാമത്തെ വാക്യം വായിക്കാം. And what great nation is there that has statutes and rules so righteous as all this law that I set before you today? അവിടെ ഇസ്രായേൽ മക്കളോട് മോശ പറയുന്നു, ദൈവത്തിന്റെ നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള നമ്മെപ്പോലെ വേറെ ഒരു ജാതി ഉണ്ടോ? ഇസ്രായേലിന്റെ അല്ലെ ദൈവജനത്തിന്റെ ഏറ്റവും വലിയ വിശേഷതകളിൽ ഒന്നാണ് ദൈവത്തിന്റെ നീതിയുള്ള ചട്ടങ്ങളും വിധികളും.
നമുക്കിന്ന് ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ലഭിക്കുന്ന അവസരത്തിന്റെ ഭാഗ്യകരമായ അവസ്ഥയെ ഞാൻ തുടക്കത്തിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ റോമാലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. റോമൻസ് 3:1-2. Then what advantage has the Jew, or what is the value of circumcision? Much in every way. To begin with, the Jews were entrusted with the oracles of God. ഇസ്രായേൽ ജനത്തിന്റെ ഏറ്റവും ഒന്നാമത്തെ വിശേഷത, പെക്യൂലിയാരിറ്റി, യുണീക്നെസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് ആ ഭാഗം വിടാം. വേറെയും വാക്യങ്ങൾ ഉണ്ടെങ്കിലും ഇതൊക്കെ പറഞ്ഞത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണല്ലോ എന്നൊരു പക്ഷേ നാം ചിന്തിച്ചാൽ, നമ്മള് കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞതുപോലെ അവർ പ്രീ ക്രിസ്ത്യൻ സ്റ്റാറ്റസ്, ഇന്നലെയോ അതിന്റെ അങ്ങേ ദിവസവും മറ്റാണെന്ന് തോന്നുന്നു, നാം ക്രിസ്തുവിലാകുന്നതിന് മുൻപുള്ള നമ്മുടെ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞതിൽ ഒരു സൂചന മാത്രം. നാം മുമ്പ് ക്രിസ്തുവിനെ കൂടാതെയായിരുന്നപ്പോൾ നമുക്ക് അന്യമായിരുന്ന അനുഗ്രഹങ്ങൾ, while we were without Christ or we were far away from the Lord, otherwise while we were not yet saved, we were deprived of so many blessings, and one of those blessings, let's just see from Ephesians chapter 2 and verse number 12. എഫേസ്യർ 2:12. Remember that you were at that time separated from Christ, alienated from the commonwealth of Israel, and strangers to the covenants of promise, having no hope. Enough. We were strangers to the covenant of promises. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് നാം അന്യരായിരുന്നു. While we were without Christ, we were deprived of these blessings. And one of them is this, that we were strangers to the promises of the covenant. ദൈവത്തിന്റെ വാഗ്ദത്ത നിയമങ്ങൾക്ക് എന്ന് വെച്ചാൽ ദൈവവചനത്തിനെന്നാണ്. ദൈവത്തിന്റെ വാഗ്ദത്ത നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ the covenant God made with people, ദൈവജനത്തോട് ദൈവം ചെയ്ത ഉടമ്പടി. തിരുവെഴുത്തുമായി നമുക്കൊരു ബന്ധമില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ അനുഗ്രഹത്തിനായി ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇന്ന് നാം ഈ ദൈവിക വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരല്ല, അവകാശികളാണ്. സ്തോത്രം. അതുകൊണ്ടാണ് നാം സന്തോഷത്തോടെ ഈ തിരുവെഴുത്തുകൾ പഠിക്കുവാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? ഈ തിരുവെഴുത്തുകളുമായുള്ള ബന്ധത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? ആരാണ് നമ്മെ പഠിപ്പിക്കുന്നത്? കഴിഞ്ഞ ചോദ്യോത്തരവേളകളിലും നമ്മൾ വായിച്ച 2 വാക്യങ്ങൾ കൂടെ അതുമായി ബന്ധപ്പെട്ട്. 1 John 2:20, 1 യോഹന്നാൻ 2:20. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. സ്തോത്രം. ഇനി 27 കൂടെ ചേർത്തങ്ങ് വായിച്ചു. 27. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. സ്തോത്രം. അപ്പോൾ പരിശുദ്ധനാൽ നാം അഭിഷേകം പ്രാപിച്ചിരിക്കുന്നു. അവിടെ അഭിഷേകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച്.
ആ അഭിഷേകം അഥവാ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. The anointing, otherwise the Holy Spirit abides in us. ആ ആത്മാവ് നമ്മിൽ ഇരുന്നു കൊണ്ട് നമ്മെ ഉപദേശിച്ച് പഠിപ്പിച്ച് നടത്തുന്നു. അതുകൊണ്ട് വേറെ ആരും നമ്മെ ഉപദേശിച്ചില്ലെങ്കിലും നമുക്ക് ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ ഇരുന്നു കൊണ്ട് നമ്മെ ഉപദേശിക്കും. ആ ആത്മാവിനാൽ ഉപദേശിക്കപ്പെട്ടവരായി ദൈവവചനം പഠിപ്പാനുള്ള വാഞ്ചയോടെ നമുക്ക് കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരാം. ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് 25ഓളം ചോദ്യങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ 6 പേരാണ്. 6 പേരിൽ നിന്നാണ് എനിക്ക് ചോദ്യങ്ങൾ കിട്ടിയിരിക്കുന്നത്. മറ്റാരും ചോദിച്ചിട്ടില്ല. ഇനി ആരെങ്കിലും ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങളിൽ ഉൾപ്പെടാതെ നിങ്ങൾ ആരെങ്കിലും അയച്ചു തന്നു, എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയതാണെങ്കിൽ അതിനിടയിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യാം. നമ്മൾ ആ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ലഭിച്ചിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതുമായി ബന്ധപ്പെട്ടതാണ്. വെളിപ്പാട് 19-ാം അധ്യായവുമായി ബന്ധപ്പെട്ട തന്നെ ഉള്ള ഒരു ചോദ്യം വന്നിരിക്കുന്നത്. മത്തായി 25-ാം അധ്യായത്തിൽ നമ്മള് 10 കന്യകമാരുടെ കർത്താവ് പറഞ്ഞ ഉപമയെക്കുറിച്ച് പഠിച്ചല്ലോ. അപ്പോൾ അതില് ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്നാൽ അവിടെ പറയുന്ന ഈ 10 കന്യകമാർ അല്ലെങ്കിൽ മണവാട്ടിയുടെ തോഴിമാരാരാണെന്ന് ചോദ്യം. ഈ മണവാട്ടിയുടെ തോഴിമാർ, ഹു ആർ ദ മെയ്ഡൻസ് ഓർ മെയ്ഡ് സെർവൻസ് ഓഫ് ദിസ് മണവാട്ടി ബ്രൈഡ്. മത്തായി 25-ന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ യേശു കർത്താവ് നമ്മോട് പറയുന്നത് കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ടാണ്. 24, 25 അധ്യായങ്ങൾ കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ടുള്ള പഠിപ്പീരുകളാണ്. അപ്പൊ 25-ാം അധ്യായം 24-ന്റെ തുടർച്ചയാണ്. നമുക്കറിയാമല്ലോ, നേരത്തെ മത്തായി അല്ലെങ്കിൽ വേദപുസ്തക എഴുത്തുകാർ എഴുതിയപ്പോൾ അധ്യായങ്ങളായിട്ടൊന്നും തിരിച്ചല്ല എഴുതിയിരുന്നത്. ഇത് തുടർമാനമായി എഴുതിപ്പോയതാ. പിന്നെ വായനയ്ക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇന്നേക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചില വേദപഠിതാക്കൾ ഇതിനെ അധ്യായങ്ങളും വാക്യങ്ങളും ഒക്കെ ആയിട്ട് തരംതിരിച്ചത്. അപ്പം 24-ാം അധ്യായത്തിന്റെ തുടർച്ചയായി കർത്താവിന്റെ വരവിനെ പറ്റി, 2 യേശുവിന്റെ വരവ് ഏത് സമയത്തും സംഭവിക്കാം എന്നതിനെ പറ്റി, 3 യേശുവിന്റെ വരവിന് വേണ്ടി എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കണം എന്നതിനെ പറ്റിയും കർത്താവ് പഠിപ്പിച്ചതാണ്. അതിൽ മണവാളൻ ക്രിസ്തു എന്നുള്ളതിന് സംശയമൊന്നുമില്ല. മണവാട്ടിയെക്കുറിച്ച് പക്ഷെ അവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇസ്രയേലിൽ സാധാരണ ഉള്ള സംസ്കാരം അനുസരിച്ച് മണവാട്ടിയുടെ തോഴിമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരാണ് ഈ കന്യകമാർ, 10 കന്യകമാർ. സാധാരണ അങ്ങനെയായിരുന്നു. കഴിഞ്ഞ ദിവസവും നമ്മൾ പഠിച്ചതുപോലെ മണവാളൻ തൻ്റെ കൂട്ടുകാരുമായി, തൻ്റെ സ്നേഹിതരുമായി മണവാട്ടിയുടെ വീട്ടിലേക്ക് വരികയും വീടിനോട് അടുക്കുമ്പോൾ മണവാളൻ വന്നു എന്ന് ആർപ്പിടുകയും ചെയ്യുന്ന ഒരു സംസ്കാരം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെയുള്ള സജ്ജീകരണങ്ങളൊന്നും ഇല്ലാതിരുന്ന അക്കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ എപ്പോൾ മണവാളൻ വന്നാലും
അതിന്റെ 6-ാമത്തെ വാക്യത്തിലുണ്ട്, അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി. ഇങ്ങനെ ആർപ്പുവിളി ഉണ്ടാകുമ്പോഴാണ് മണവാട്ടിയോടുകൂടെ ഇന്നത്തെ നമ്മുടെ കല്യാണത്തിനൊക്കെ സാധാരണ കാണുന്ന ബ്രൈഡൽ മാർച്ച് പോലെ കാണുമല്ലോ. ചില കല്യാണങ്ങൾക്ക് മണവാട്ടിയുടെ കൂടെ കുറച്ച് കുട്ടികളൊക്കെ കാണും. ഇന്ന് പിന്നെ ഈവന്റ് മാനേജ്മെന്റ് ഒക്കെ ആയതുകൊണ്ട് അതിനൊക്കെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. യഹൂദന്മാർക്കിടയിൽ മണവാട്ടിയെ ആനയിച്ചുകൊണ്ട് മണവാളന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുവാൻ 10 കന്യകമാർ വിളക്കുകളുമായിട്ട് വരിക പതിവായിരുന്നു. അത് ഇന്നും അങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോ ഈ മണവാട്ടിയുടെ തോഴിമാരിലാണ് കുറച്ചുപേർ അയോഗ്യരായി തീർന്നത്. ഇപ്പം മണവാട്ടിയുടെ തോഴിമാര് ഇല്ലെന്ന് വിചാരിച്ച് മണവാളൻ മണവാട്ടിയെ കൂട്ടിക്കൊണ്ട് പോകാതിരിക്കില്ല. അതുകൊണ്ട് മണവാട്ടിയുമായി മണവറയിൽ പ്രവേശിച്ചു. അവിടെ പിന്നെ കല്യാണ സദ്യയാ, വാതിലടച്ചു. പിന്നെ വന്നവരെയാണ് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അകത്ത് കയറ്റാതെ, മണവാളൻ അകത്ത് കയറ്റാതെ. ഇതിനകത്തിലെ ഈ മണവാട്ടിയുടെ തോഴിമാർ എന്ന നിലയിൽ വിശേഷിച്ച് ഈ 25-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുന്നത് അധികവും യഹൂദന്മാരുമായുള്ള ബന്ധത്തിലാണ്. 25-ാമത്തെ അധ്യായത്തിൽ ആദ്യ ഭാഗം 13 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. അതുപോലെ തന്നെ 14 തൊട്ടുള്ള വാക്യങ്ങളിലും താലന്തുകളുടെ ഉപമ പറയുമ്പോഴും യഹൂദന്മാരെയാണ് കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത്. യഹൂദന്മാരെ. സഭയ്ക്കകത്ത് ഈ വേർതിരിവ് ഇല്ല. അതുകൊണ്ട് ഈ മണവാട്ടിയുടെ തോഴിമാരായി, മെയ്ഡ്സ് ഓഫ് ബ്രൈഡ് എന്ന് നാം ഇവിടെ കാണുന്നത് യഹൂദരുമായി ബന്ധപ്പെട്ട, യഹൂദ ജാതിയുമായി ബന്ധപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ്. യഹൂദ ജാതിയുമായി ബന്ധപ്പെട്ട. അതിനോട് ചേർന്നുള്ള മറ്റൊരു ചോദ്യം ഉള്ളത് എണ്ണ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. എണ്ണ എന്തിനെ സൂചിപ്പിക്കുന്നു? നമുക്കൊക്കെ ഒറ്റ ഉത്തരം ഉണ്ടതിന്, റെഡിമെയ്ഡ് ആയിട്ട് അറിയാമായിരിക്കുമല്ലോ. പരിശുദ്ധാത്മാവിനെയാണ് എണ്ണ സൂചിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ ഇവിടുത്തെ എണ്ണയെ പരിശുദ്ധാത്മാവിനോട് ഉപമിക്കുന്നതിൽ എനിക്ക് പ്രയാസമുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് വന്ന 1-2 ചോദ്യങ്ങൾ. യേശു കർത്താവ് വന്ന് സഭയെ ചേർത്തതിന് ശേഷം ഇവര് പിന്നെയും പോയി എവിടുന്നോ എണ്ണ വാങ്ങിയില്ലേ? എവിടുന്നോ ഇവർ എണ്ണ വാങ്ങി. അപ്പോൾ കർത്താവ് വന്ന് സഭയെ കൊണ്ടുപോയ ശേഷവും പരിശുദ്ധാത്മാവാണ് ഈ എണ്ണയെങ്കിൽ എവിടുന്ന് കിട്ടി ഇവർക്ക് ഈ പരിശുദ്ധാത്മാവിനെ? അപ്പോൾ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന അല്ലെ വിൽക്കുന്ന കടകൾ വല്ലതും ഉണ്ടാകുമോ? ഒരിക്കലില്ല, ഒരിക്കലില്ല. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവാണെങ്കിൽ ഈ എണ്ണ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്നുവെങ്കിൽ അടുത്ത ചോദ്യം, എങ്ങനെയാണ് അവർക്ക് വാങ്ങാൻ പറ്റുന്നത്? എവിടെ നിന്നാണ് അവർക്ക് വാങ്ങാൻ പറ്റുന്നത്? എങ്ങനെയാണ് അവർക്ക് വാങ്ങാൻ പറ്റുന്നത്? അപ്പൊ വീണ്ടും അവര് പരിശുദ്ധാത്മാവിനെ വാങ്ങി പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയെന്നല്ലേ?
അപ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നവർക്കും മണിയറയിലേക്ക് പ്രവേശനം ഇല്ലേ? മൂന്നാമതൊരു ചോദ്യം, ഈ എണ്ണ പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് മറ്റേ 5 പേർക്ക് വേറെ പാത്രത്തിൽ അതെടുക്കാൻ പറ്റിയത്? അപ്പൊ ഈ 3 ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ എണ്ണയെ വേറെ ഒന്നിനോടും ഉപമിക്കേണ്ട ആവശ്യമില്ല. ഈ മൊത്തം സംഭവത്തെ അതിനെ പിരിച്ചു പിരിച്ച് നമുക്ക് കാണേണ്ടതില്ല. ഈ മൊത്തം സംഭവത്തെ നമുക്കതിൻ്റെ ആകെ സന്ദേശവുമായിട്ട് എടുത്താൽ മതി. അതായത് ഹോളിസ്റ്റിക് പ്രിപ്പറേഷൻ ഫോർ ദ കമ്മിങ് ഓഫ് ദ ലോർഡ്. ക്രിസ്തുവിന്റെ വരവിനായിട്ടുള്ള മൊത്തമായ ഒരുക്കം, ആകമാനമായ ഒരുക്കം. അവരുറങ്ങി, 10 പേരും ഉറങ്ങി. ഉറങ്ങിയത് തെറ്റല്ല. പക്ഷെ ആർപ്പുവിളി കേട്ടപ്പോൾ 10 പേര് ഉണർന്നു. അപ്പോൾ മറ്റേ ബുദ്ധിയുള്ള 5 പേർക്ക് ഉണർവുണ്ടായതുപോലെ മറ്റുള്ളവർക്കുണ്ടായി. ബുദ്ധിയില്ലാത്ത 5 പേർക്ക് ഉറക്കം വന്നതുപോലെ മറ്റവർ 5 പേർക്ക് ഉറക്കം ഉണ്ടായി. അപ്പൊ ഇവിടുത്തെ സന്ദേശം എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ വരവ് എപ്പോൾ സംഭവിച്ചാലും എല്ലാവരും ഒരുങ്ങിയിരിക്കും. അവിടെ ഇനി നമ്മൾ എണ്ണയെ മാത്രം പരിശുദ്ധാത്മാവിനോട് ഉപമിക്കുകയാണെങ്കിൽ വിളക്കിനെ എന്തിനോട് ഉപമിക്കും? വിളക്ക് പിടിച്ചവരെ എന്തിനോട് ഉപമിക്കും? എണ്ണ വിറ്റ കടക്കാരെ എന്തിനോട് ഉപമിക്കും? അപ്പം അത് അവിടെ അർത്ഥം എഴുത്തുകാരോ യേശുക്രിസ്തുവോ അർത്ഥമാക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും വ്യാഖ്യാനിക്കാറ്. അതിൻ്റെ ആവശ്യമില്ല. അവിടുത്തെ മൊത്തമായ സന്ദേശമാണ് നമുക്ക് സ്വീകരിക്കേണ്ടത്. എല്ലാവരും, അതിനെ ഇനിയും സഭയ്ക്കകത്തുള്ളവരെന്നും വെച്ചോളൂ, എല്ലാവരും വ്യക്തിപരമായി കർത്താവിന്റെ വരവിന് വേണ്ടി പൂർണ്ണമായും ഒരുങ്ങണം എന്ന സന്ദേശമാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്നത്. അവിടെ ആ 10 കന്യകമാരെ സഭയോടല്ല ഉപമിക്കുന്നത്, കർത്താവിന്റെ പ്രത്യേകിച്ച് യഹൂദന്മാരുമായുള്ള ബന്ധത്തിലാണ്. അതുപോലെ തന്നെ രണ്ടാമതൊരു സാധ്യത അവിടെ ഉള്ളത്, ലോകത്ത് എമ്പാടുമുള്ള, ലോകത്ത് എങ്ങുമുള്ള സകലരോടുള്ള ബന്ധത്തിലും അത് നമുക്ക് ആപ്ലിക്കബിൾ ആണ്, സ്വീകാര്യമാണ്. ഇതാണ് ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. ചോദ്യകർത്താവ് ഇതിൽ സംബന്ധിക്കുന്നു എന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയില്ല. വ്യക്തമായില്ല എങ്കിൽ വീണ്ടും ചോദിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ശരി, നമ്മൾ